അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് എത്രമാത്രം പൊതുസമൂഹത്തിന് അറിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: അയോധ്യ ഫൈസാബാദ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായ രാംപഥിൻ്റെ 14 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും വിൽപ്പന നിരോധിച്ചു. അതായത് രാംപഥ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്ന് 14 കിലോമീറ്റർ ചുറ്റളവിൽ എന്ന് പറയുമ്പോഴത്തേക്കും മദ്യത്തിനോട് യാതൊരുവിധ നമുക്ക് യോജിപ്പുമില്ല. അത് അത് എന്ത് ഏത് വിധേനയും അത് സർക്കാർ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അത് അതിൻ്റെ വഴിക്ക് വിടുന്നു എന്നുള്ളതാണ്. പക്ഷെ മാംസം എന്ന് പറയുന്നത് നമ്മുടെ ആഹാര അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മിനിമം 3 നേരം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊന്ന് പെടുന്നതാണ് മാംസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാംസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിൽപ്പന നിരോധിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രമാത്രം അത് പൊതുസമൂഹത്തെ ബാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇതിനകത്ത് കാണുന്നൊരു കാര്യം. ഇത് മൊത്തത്തിലൊരു വാർത്തയ്ക്കകത്ത് ഇത് മാത്രമല്ല, പാൻ, ഗുഡ്ക, ബീഡി, സിഗരറ്റ്, അടിവസ്ത്രങ്ങൾ എന്നിവയുടെ പരസ്യങ്ങൾക്കും നിരോധനം ബാധകമാകും. പക്ഷേ ഇതൊക്കെ തന്നെ നമുക്ക് അതായത് പാൻ, ഗുഡ്ക പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് യോജിപ്പില്ല. അത് നിരോധിക്കുകയോ അതൊന്നും നമുക്ക് യാതൊരു വിഷയമില്ല. പക്ഷേ ഈ മാംസം എന്ന് പറയുന്നതിനകത്ത് 14 കിലോമീറ്റർ ചുറ്റളവെന്ന് പറയുമ്പോൾ അതവിടെ കഴിക്കുന്നതും പ്രശ്നമായിട്ട് തന്നെ വരുമെന്നുള്ളതാണ് നമുക്കിതിനകത്ത് കാണേണ്ട ഒരു വസ്തുത. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്ക വാർത്തകളിലും വരുന്നതാണ് മാംസം കഴിച്ചതിൻ്റെ പേരിൽ മനുഷ്യനെ ഉപദ്രവിച്ചു, അടിച്ചു കൊന്നു, തല്ലിക്കൊന്നു, വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മാംസം നിരോധിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഗോമാംസം മാത്രമാണോ മറ്റ് ഏതെങ്കിലും മാംസങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യത വന്നിട്ടില്ല. ഇതിനകത്ത് മാംസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മദ്യത്തിനോടും മറ്റ് പാൻ, ഗുഡ്ക, സിഗരറ്റ്, ബീഡിയതോടും നമുക്ക് യോജിപ്പില്ല. അത് നിരോധിക്കുകയോ അതെന്താണെന്ന് വെച്ചാൽ അത് സർക്കാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അപ്പം നമ്മളിതിനകത്ത് കാണേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ മാംസം ആരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് നോക്കേണ്ടത്. അതായത് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം, ദളിത് സമൂഹം, മുസ്ലിം സമൂഹങ്ങൾ, ഇവരൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ മാംസം ഉപയോഗിക്കുന്നത്. എങ്കിൽ തന്നെയും ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നില്ല എന്നല്ല, അവർ ചിക്കൻ ഉപയോഗിക്കാറുണ്ട്, മീൻ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക ദിവസങ്ങളിലാണ് നോർത്ത് ഇന്ത്യൻസ് അത് ഉപയോഗിക്കുക. അഥവാ മത്സ്യവും മറ്റ് ഏതെങ്കിലും കോഴി, അതായത് ചിക്കൻ ആയാലും അങ്ങനെയുള്ള അത് കഴിക്കുന്നതിന് പോലും അവർക്ക് പ്രത്യേക ദിവസങ്ങളുണ്ട്. ആ ദിവസം മാത്രമേ മാംസം കഴിക്കുകയുള്ളൂ അവർ. ഇപ്പം നിലവിലിപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുസ്ലിം സമൂഹത്തെയാണ്. കാരണം നമുക്ക് അറിയാമല്ലോ, ഇവിടുത്തെ സംഭവങ്ങളും ഓരോന്ന് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ എങ്ങനെയൊക്കെയാണ് ഈ സമൂഹത്തെ ബാധിക്കുക എന്നുള്ളത് ഇനി ഭാവിയിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ സർക്കാർ ഒരു ഉത്തരവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലും അത് സർക്കാർ ഉദ്യോഗസ്ഥർ, അതായത് അതിൻ്റെ നിയമപാലകരായിട്ടുള്ളവർ, അല്ലെങ്കിൽ അത് ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകൾ, അങ്ങനെയുള്ള ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരല്ല അത് കൃത്യമായിട്ട് ഇടപെടുന്നത്. ഇത് ഇടപെടുന്നത് മുഴുവൻ സംഘപരിവാരത്തിൻ്റെ ശാഖകളായിട്ടുള്ള, അതായത് ഗോരക്ഷാസേന, ഹനുമാൻ സേന, അങ്ങനെ കുറേ സേനകളുണ്ടല്ലോ, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ സംഘപരിവാരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ശാഖകൾ മുഴുവനും ഈ വീടുകളിലേക്ക്, അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ ആയാലും ദളിത് സമൂഹത്തിൻ്റെയും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും മറ്റ് ഈ മാംസമായിട്ട് ബന്ധപ്പെട്ട് ആഹാരത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്ന സമൂഹമാണ്, അവരെയാണ് ഞാൻ പറയുന്നത്. അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. കാരണം അവർ ഇത് ഒരു വാർത്ത കേൾക്കാൻ ഇരിക്കുകയാണ്. ഇത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് മാത്രമല്ലേ ഒരു കുടുംബത്തിനോടോ ഒരു വ്യക്തിയോ എടുത്ത് ചെല്ലാൻ പറ്റുള്ളൂ ഇവർക്ക്. അത് കൃത്യമായിട്ട് ഇവർ ഉപദ്രവിക്കുക മാത്രമല്ല, മനുഷ്യന് കേൾക്കാൻ അറപ്പ് വരുന്ന രീതിയിൽ ആണ് അവിടെ നടക്കുന്നത്. അവിടെ ഈ ജാതിയുടെ പേരിൽ മാത്രമല്ല, മതത്തിൻ്റെ പേരിലും മനുഷ്യന് യാതൊരുവിധ സ്വാതന്ത്ര്യവും കൽപ്പിക്കാത്ത ഒരു നാടാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അതിനിടയിലാണ് ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഈ വാർത്ത കാണുമ്പോൾ ഞാൻ ഫസ്റ്റിലെ ഓർക്കുന്നത് ഈ കാര്യമാണ്. അപ്പം നിലവിലിപ്പോൾ ഇവർ ചെയ്തു വച്ചിരിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ അയോധ്യ എന്ന് പറയുന്ന സ്ഥലം പൂർണ്ണമായിട്ടും അതൊരു ഹൈന്ദവ വൽക്കരണം, അല്ലെങ്കിൽ ഒരു ഹൈന്ദവതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് ഘട്ടമായിട്ട് അവർ ഓരോ നിയമങ്ങൾ അവിടെ കൊണ്ടുവന്ന്, അതായത് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം നിലവിൽ ഈ ഇതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ എവിടെയൊക്കെ അവർക്ക് ഇത് സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു മോഡലിലായിരിക്കും അവർ ഓരോ ക്ഷേത്രങ്ങൾ അവർ ഇപ്പം
ഇപ്പം ഞാൻ പറഞ്ഞ കേരളത്തിൽ ഒരുവിധം വലിയൊരു ക്ഷേത്രം എന്ന് പറയുന്നത് ആ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഹോട്ടലുകൾ അനവധിയുണ്ട്. അവിടെയൊക്കെ തന്നെ പശുയിറച്ചി, അതായത് ബീഫും അതുപോലെ തന്നെ എല്ലാ മാംസങ്ങളും മദ്യവും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന സിവിൽ സപ്ലൈസുകൾ എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ നിയന്ത്രണത്തിലാണ്. അതായത് പോലീസും അതുമായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേലധികാരികളും അതിൽ കൃത്യമായിട്ട് ഇടപെടുന്നത് കൊണ്ടാണ് അവിടെ യാതൊരുവിധ പ്രശ്നവും ബുദ്ധിമുട്ടും ഇല്ലാത്തത്. പക്ഷെ നേരെ മറിച്ച് ഈ നോർത്ത് ഇന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വരുന്ന പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ ഈ ഒരു നിയമം വരുന്നതിലൂടെ ഇടപെടുന്നത് മുഴുവൻ സംഘപരിവാരമാണ് എന്നുള്ളതാണ്. നമ്മൾ ഗോവധ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തല്ലിക്കൊല്ലുന്നത് മുഴുവൻ ഗോവധ നിരോധത്തിൻ്റെ പേരും പറഞ്ഞ് തന്നെയാണ്. ഈ ഒരു മാംസം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോമാതാവെന്ന് പറയുന്ന ഒരു ലേബൽ വെച്ചുകൊണ്ടാണല്ലോ ഇവർ മാംസം നിരോധിച്ചത്. അപ്പോൾ പശുമാംസം എന്ന് പറയുന്നൊരു ഇപ്പം എരുമ അല്ലെങ്കിൽ പോത്തിറച്ചി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ അവരന്നേരം തന്നെ അങ്ങ് സർട്ടിഫൈഡ് ചെയ്യുകയാണ്. അവർ പറയുന്നത് ഇത് പശു ഇറച്ചി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്ന വ്യക്തികളെ ഉപദ്രവിച്ച് അവരുടെ വീട് ആക്രമിച്ച് എന്തൊക്കെ അവർക്ക് അവിടെ ചെയ്യാമോ ഒരു സെക്കൻഡുകൾക്കകം അത് നശിപ്പിച്ചിട്ട് അവർ പൊയ്ക്കളയും. അവർ പിന്നെ ഒരു ഐഡൻറ്റിറ്റി ചെയ്യാനേ പറ്റില്ല. ഈ ഒരു അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ നടക്കാൻ പോകുന്നത് വലിയ ഒരു ദുരന്തം തന്നെയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നഗരത്തിൻ്റെ യഥാർത്ഥ ആത്മീയ ഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നിരോധനം നടപ്പിലാക്കുന്നതെന്ന് മേയർ വ്യക്തമാക്കി. മേയറൊന്നും ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇടപെടാൻ പറ്റത്തില്ല. അവർ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഓരോ വീടുകളിലും സംഘപരിവാരം കയറിയിരിക്കും. അവർ ഏത് വിധേന, ഇപ്പോൾ ഒരു മുസ്ലിം സമൂഹമായാലും ദളിത് സമൂഹമായാലും ക്രിസ്ത്യൻ സമൂഹമായാലും ഇവരെല്ലാം അവിടെ നിന്ന് ശല്യം ചെയ്ത് വീർപ്പ് മുട്ടി അവർക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും. അവർ മറ്റ് നാടുകളിലേക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അയോധ്യയിലെ സരയൂ തീരത്ത് നിന്ന് ആരംഭിക്കുന്ന രാംപഥിൻ്റെ 5 കിലോമീറ്റർ ദൂരം ഫൈസാബാദ് നഗരത്തിലാണ്. നിലവിൽ ഈ ഭാഗത്ത് മാംസവും മദ്യവും വിൽക്കുന്ന നിരവധി ഔട്ട്ലെറ്റുകളുണ്ട്. നിരോധനം നടപ്പിലായതോടെ ഇവയ്ക്ക് പൂട്ടുവീഴും. ഇത് പൂട്ടുവീഴുന്നതിലോ അല്ലെങ്കിൽ ഇത് നിരോധിക്കുന്നതിലോ അല്ല നമുക്കുള്ള ഒരു വ്യാകുലത എന്ന് പറയുന്നത്. ഇതിപ്പോൾ കേരളത്തെ വന്നിട്ടില്ല. കേരളത്തിൽ വരാനുള്ള യാതൊരുവിധ സാഹചര്യവും കേരളത്തിലെ ഇതുവരെ ഉള്ള ഒരു മലയാളിയും നിർമ്മിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ദീർഘവീക്ഷണം ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് നോർത്ത് ഇന്ത്യ പോലെയുള്ള നാടുകളിൽ അവരനുഭവിക്കുന്നത്. ഒരു പക്ഷേ ഈ സംഘപരിവാരം ഉപദ്രവിക്കുന്ന ആ വ്യക്തികളും BJPക്ക് ഒപ്പം നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെന്ന് ഉള്ള ഒരു വസ്തുത കൂടി ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു സ്ട്രെസ്സ് തോന്നി, അങ്ങനെ സംസാരിച്ചതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.